ഞങ്ങൾ നേരത്തെ ഉയർത്തിയിട്ടുള്ള ഒരു വിമർശനം ഈ താൽക്കാലിക വി സിക്കെതിരായിട്ട്, ഇദ്ദേഹം ഇവിടെ വന്ന ശേഷം റെഗുലർ സെനറ്റ് ചേരാറില്ല, സിൻഡിക്കേറ്റ് കൃത്യമായി ചേരാറില്ല, അക്കാഡമിക് കൗൺസിൽ ചേരാറില്ല. ഇന്നിപ്പം 4 മാസത്തിന് ശേഷം അദ്ദേഹം സ്പെഷ്യൽ സെനറ്റാണ് വിളിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ സെനറ്റ് റെഗുലർ സെനറ്റ് വിളിക്കേണ്ടതാണ്. അദ്ദേഹം ഇന്ന് ചെയർ ചെയ്യാൻ സെനറ്റിൽ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് റെഗുലർ സെനറ്റ് ചേരുന്നില്ല. അതുകൊണ്ട് റെഗുലർ സെനറ്റ് ചേരണം. മാത്രവുമല്ല, മുമ്പ് കേരളത്തിൽ വലിയ വിവാദമായതാണ്. കാര്യവട്ടം ക്യാമ്പസിലെ ഒരു ദളിത് വിദ്യാർത്ഥി ബിബിന് PhD നിഷേധിച്ചു. സിൻഡിക്കേറ്റും സെനറ്റുമെല്ലാം അദ്ദേഹത്തിന് PhD കൊടുക്കണമെന്ന പ്രമേയം പാസ്സാക്കിയ ശേഷവും കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ ബിബിന് ഇതുവരെ PhD കൊടുത്തിട്ടില്ല. അങ്ങേയറ്റം രാജ്യത്തെ ഒരു നെറികേടാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നടത്തിയത്. ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചു. ഇന്ന് കുട്ടികൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ PhD കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം കൂടി എടുക്കണം. അപ്പോൾ അദ്ദേഹം സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. സിൻഡിക്കേറ്റ് 98 ദിവസമായി കൂടിയിട്ട് 60 ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് ചേരേണ്ടതാണ്. എന്തുകൊണ്ട് സിൻഡിക്കേറ്റ് ചേരുന്നില്ല? സിൻഡിക്കേറ്റ് ചേരാൻ ഡേറ്റ് എടുക്കണം എന്ന് ഈ സർവകലാശാലയുടെ പരമോന്നത ജനാധിപത്യ വേദിയായ സെനറ്റിലെ അംഗങ്ങൾ ഒന്നടങ്കം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹം സെനറ്റിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ നിലയ്ക്ക് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഈ താൽക്കാലിക വൈസ് ചാൻസലർ RSSൻ്റെ ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, സിൻഡിക്കേറ്റിന് മാത്രം അധികാരമുള്ള ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെയും അതേപോലെ തന്നെ ലീഗൽ അഡ്വൈസറിയും നിയമിക്കാനുള്ള അധികാരം നിയമപരമായി സർവകലാശാല അനുവദിക്കുന്നത് സിൻഡിക്കേറ്റിനാണ്. അത് കവർന്നെടുത്തുകൊണ്ട് RSSൻ്റെ ഒരു അപഭാഷകയെ ഈ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി അദ്ദേഹം സിൻഡിക്കേറ്റിൻ്റെ അധികാരം 1030 ഉപയോഗിച്ച് നിയമിച്ചിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. എപ്പോഴാണ് 1030 എന്ന് പറയുന്ന VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിക്കേണ്ടത്? സിൻഡിക്കേറ്റ് കൂടുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം സർവകലാശാലയിൽ നേരിട്ടാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ അധികാരം എടുത്തുപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ 6 മാസക്കാലമായ റെഗുലർ സിൻഡിക്കേറ്റ് കൂടാതെ സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം ലൈവാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഇവിടെ ചേരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കുന്നില്ല. ഇപ്പോൾ സെനറ്റ് വിളിച്ചത് നിർവാഹമില്ലാതെയാണ്. അതും സ്പെഷ്യൽ സെനറ്റാണ് വിളിച്ചത്. സിൻഡിക്കേറ്റ് വിളിക്കാതെ സിൻഡിക്കേറ്റിൻ്റെ അധികാരം ദുരുപയോഗം ചെയ്യുകയാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ. ഇതേപോലൊരു ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള ഒരു വൈസ് ചാൻസലറെ കേരളത്തിലെ സർവകലാശാലകൾ ഇതിനകം കണ്ടിട്ടില്ല. ഇദ്ദേഹം ഒരു അക്കാഡമിക് പണ്ഡിതനാണെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വെറും ഒരു റേഡിയോളജി ഡോക്ടർ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ സർവകലാശാലയുടെ വിദ്യാർത്ഥികളുടെ, ജീവനക്കാരുടെ, അധ്യാപകരുടെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ വികാരം മനസ്സിലാക്കാതെ താനീ രാഷ്ട്രീയ അജണ്ട മാത്രം നടപ്പിലാക്കിക്കൊണ്ട് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ ഇന്ന് സെനറ്റിൽ ഉയർത്തിയത്. ഇദ്ദേഹം എന്തുകൊണ്ട് സിൻഡിക്കേറ്റ് വിളിക്കുന്നില്ല, എന്തുകൊണ്ട് നിയമം ലംഘിക്കുന്നു, എന്തുകൊണ്ട് ഒരു ദളിത് വിദ്യാർത്ഥിക്ക് PhD കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. മാത്രവുമല്ല, 4 മാസം മുമ്പ് കൂടിയ ബഡ്ജറ്റ് സെനറ്റ് യോഗം അംഗീകരിച്ചതാണ് ബഡ്ജറ്റ്. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. 136 ഐറ്റം നിങ്ങൾക്ക് ഞങ്ങൾ സർക്കുലേറ്റ് ചെയ്തതാണ്. വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് സഹായകരമായിട്ടുള്ള പദ്ധതികളടങ്ങുന്ന ബഡ്ജറ്റ് കഴിഞ്ഞ സെനറ്റ് അംഗീകരിച്ചിട്ട് ആ സെനറ്റിനെ അംഗീകരിക്കാത്ത VCയാണ് ഇദ്ദേഹം. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ചെയർ ചെയ്ത് ഐക്യകണ്ഠേന അംഗീകരിച്ച ബഡ്ജറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി കൂടാത്ത നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. ഈ സെനറ്റിനെ അംഗീകരിക്കാത്ത VC എങ്ങനെയാണ് ഈ സെനറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ സർവകലാശാലയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത്രയും ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നു. ബോധപൂർവം അദ്ദേഹം ആരുടെയൊക്കെ കയ്യിൽ നിന്നും അച്ചാരം മേടിച്ചുകൊണ്ട് ഈ സർവകലാശാലയെ അട്ടിമറിക്കുക. അതിൻ്റെ പിന്നിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരുപക്ഷെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വരാൻ പോകുന്ന വൻകിട സ്വകാര്യ സർവകലാശാലയ്ക്കൊക്കെ ഒത്താശ ചെയ്യുകയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും പൊതുസമൂഹത്തിനിടയിൽ ഉയർന്നു വരുന്നു. അത് ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധ സമീപനത്തെ, ഏകാധിപത്യ പ്രവണതയെ അംഗീകരിക്കില്ല. കേരളത്തിലെ ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും നടപ്പിലാക്കാൻ ശ്രമിച്ച ഭരണാധികാരികൾക്കും അതേപോലെ തന്നെ സർവകലാശാല വൈസ് ചാൻസലർമാർക്കും ഇന്നലകളിൽ ഉണ്ടായ അനുഭവം മിസ്റ്റർ മോഹൻ കുന്നുമേൽ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ജനാധിപത്യ വിരുദ്ധ നടപടികളുമായി ഇങ്ങനെ മുന്നോട്ട് പോയി സുഗമമായി കേരളത്തിൽ നിങ്ങൾക്ക് വിലസി നടക്കാമെന്ന് കരുതിയാൽ നിങ്ങളെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ പൊതു സമൂഹം പോകേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കി ജനാധിപത്യപരമായി ഈ സർവകലാശാലയുടെ നിയമം പാലിക്കാൻ
നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തനി ചെറുതായിട്ടെങ്കിലും ഒരു തരിയെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ നിങ്ങൾ അടിയന്തരമായി സിൻഡിക്കേറ്റ് കൂടണം. സിൻഡിക്കേറ്റ് കൂടാതെ വളഞ്ഞ വഴിയിലൂടെ ഈ അനധികൃത നിയമനം നടത്തുന്ന നിങ്ങൾക്കെതിരായി ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും UDFിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെയും ഇക്കാര്യത്തിലുള്ള അഭിപ്രായം അറിയാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.